നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടാലൊരു സ്നാക്ക് പോലെയൊക്കെ ഇരിക്കട്ടോ, എന്നാൽ ഇതൊരു സ്നാക്ക് അല്ല. ഇതൊരു മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ്. ഇത് ഒരു ലെഫ്റ്റ് ഓവർ റെസിപ്പി കൂടെയാണ്. ഇതാണ് ബിരിയാണി സർപ്രൈസ്. ലെഫ്റ്റ് ഓവർ ബിരിയാണി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മലബാർ പോള പോലെയുള്ള ഒരു ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബീഫ് ഫ്രൈയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ബിരിയാണി സർപ്രൈസ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകാണ് ക്രഷ് ചെയ്തെടുത്തതാണിത്. അതുപോലെ തന്നെ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ട നമുക്ക് ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് പറഞ്ഞു വരട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ പാല് ചേർക്കുകയാണ്. 1 കപ്പ് പാലാട്ടോ ഞാൻ ചേർക്കുന്ന. 1/2 കപ്പ് ഒഴിച്ചു, 1/2 കപ്പ് ഇടും. 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇവിടെ എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡ് ആട്ടോ. ചെറിയ ബ്രെഡുകളാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 10 സ്ലൈസെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാനിത് നെടുകെ ഒന്ന് മുറിച്ചെടുക്കുന്നേ ഉള്ളൂ. ചെറിയ ബ്രെഡല്ലേ, അപ്പോൾ ഇനി വലുതാണെങ്കിൽ 3-4 പീസുകളാക്കിയിട്ടൊക്കെ മുറിച്ചെടുക്കാം. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കാസ്റ്റ് അയൺ സ്കില്ലറ്റ് കേട്ടോ. ഈ സ്കില്ലറ്റിലോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് മെൽറ്റായി വരട്ടെ. സ്കില്ലറ്റിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഓരോ ബ്രെഡ് സ്ലൈസ് നമ്മുടെ പാലിൻ്റെയും മുട്ടയുടെയും മിക്സിൽ മുക്കിയതിന് ശേഷം ചൂടായ പാനിലോട്ട് നമ്മുടെ ബ്രെഡ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. പാന് ഞാൻ സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും. ഒരുപാടങ്ങ് സോക്കായി വരേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ബ്രെഡ് ജസ്റ്റ് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പീസുകൾ വെച്ചിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം. സൈഡിലൂടെ ഇതുപോലെ വെക്കണം കേട്ടോ ബ്രെഡ്. അങ്ങനെ ഞാൻ പോട്ട് ഫുള്ള് ബ്രെഡ് സ്ലൈസ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആണ് നമ്മുടെ ബിരിയാണി. ഇതാണ് എൻ്റെ ലെഫ്റ്റ് ഓവർ ബിരിയാണി. ഏത് ബിരിയാണി വേണേലും ഉപയോഗിക്കാം. ചിക്കൻ, മട്ടൺ, ബീഫ് ഏത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ബിരിയാണി ഒന്ന് ചൂടാക്കി വെക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഗ്യാപ്പിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. ബിരിയാണി എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ ഡിഷിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണേ. നമുക്ക് കട്ട് ചെയ്ത് കിട്ടണം. ഇനി ഈ ബിരിയാണിയുടെ മുകളിലായിട്ട് മുട്ടയിൽ മുക്കിയ ബ്രെഡ് സ്ലൈസ് വയ്ക്കാം. ഇവിടെ ഞാൻ വീറ്റ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് പകരമായിട്ട് നമ്മുടെ സാധാരണ മൈദയുടെ തന്നെ ബ്രെഡ് ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിക്കാം കേട്ടോ. ഗ്യാപ്പ് മുഴുവൻ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ മുട്ടയുടെ മിക്സ് നമ്മുടെ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാം. എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒഴിക്കണം. സൈഡൊക്കെ കവർ ചെയ്യണം കേട്ടോ. ഞാനിത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി വരട്ടെ. സൈഡൊക്കെ ഒരുവിധം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഫ്ലിപ്പ് ചെയ്യാണ്. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ തടവിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഫ്ലിപ്പ് ചെയ്യാനത്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ബിരിയാണി സർപ്രൈസ്. നമുക്ക് ഇനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. സാധാരണ നമ്മുടെ കേക്കൊക്കെ മുറിച്ചെടുക്കുന്ന പോലെ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, മിഡിലായിട്ട് നമ്മുടെ ഫില്ലിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡൊക്കെ ബ്രെഡ് കൊണ്ടുള്ള നല്ലൊരു കവറിങ് ഉണ്ട് കേട്ടോ. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നമ്മുടെ ബിരിയാണി സർപ്രൈസ് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ബീഫ് ഫ്രൈയുടെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ ബിരിയാണി സർപ്രൈസ് ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഫിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ബീഫ് ഫ്രൈ ആണിത്. പിന്നെ ഇടിച്ചക്ക തോരനുണ്ട്, കൂടാതെ ഒരു ഇലക്കറി ഉണ്ട്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.